So, welcome to another episode of NEET and Med Talks Unfiltered. This is Radhika Diju, final year MBBS student, Calicut Medical College. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു ജൂനിയർ ആണ്. ഹി ഈസ് നോട്ട് ജസ്റ്റ് എ CMCN. ഇവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലത്തെ കറന്റ് ചെയർപേഴ്സണും കൂടിയാണ്. സോ ടുഡേ വി ഹാവ് വിത്ത് മീ സിദ്ധാർത്ഥ്. വെൽക്കം സിദ്ധാർത്ഥ്. താങ്ക് യു രാധിക. സോ സിദ്ധാർത്ഥ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേ, എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട്, സ്കൂളിങ്, എവിടെയായിരുന്നു കോച്ചിങ്? സോ എൻ്റെ പേര് സിദ്ധാർത്ഥ് KP. ഞാൻ പഠിച്ചത് ഇവിടെ കാലിക്കറ്റിനാണ്. കോച്ചിങ് ചെയ്തത് ആകാശിൽ തന്നെ, ഇവിടെ കാലിക്കറ്റ് ആകാശ് തന്നെയായിരുന്നു. സോ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പ്രൗഡ്ലി നൗ ഐ എം എ CMCN. സോ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ആ ഒരു ഡ്രീം വന്നത്? MBBS എടുക്കണം, ഈ ജനിച്ച കാലം തൊട്ടേ മുതലുള്ള അങ്ങനത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ ഡോക്ടർ ആവുക എന്നുള്ളത്? അല്ല, എനിക്ക് ചെറുപ്പം മുതലേ മെഡിക്കൽ ഫീൽഡിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ മെഡിക്കൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ മെഡിക്കൽ ഫീൽഡിൽ സെർവ് ചെയ്യുന്നതും പിന്നെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഒരു നമ്മളുടെ 10th ഒക്കെ കഴിഞ്ഞ് +1 +2 ഇപ്പം യൂഷ്വലി നമുക്ക് സ്കൂളിൽ ചോദിക്കുന്ന കാര്യമാണ് 10th കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, എൻട്രൻസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് ഞാനങ്ങനെ എന്താ പറയുക, എൻട്രൻസിൽ തന്നെ പോകണം, ഇതിന് കോച്ചിങ്ങിന് അപ്പം തന്നെ അങ്ങനത്തെ ഒന്നും അത്ര ഡെഡിക്കേറ്റഡ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളിൽ ചെറുതായിട്ട് ഐ വോണ്ട് ടു ബി എ ഡോക്ടർ എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു, അത്രമാത്രം. ഓക്കെ. അപ്പം നീറ്റിനെ കുറിച്ചൊക്കെ അപ്പം എങ്ങനെയാണ് അറിഞ്ഞത് സിദ്ധാർത്ഥ്? എപ്പോഴാണ് അറിയുന്നത്? അതും +1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ യൂഷ്വലി നമ്മൾ സാധാരണ ചെയ്തത്, ഞാൻ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയൊക്കെയാണ് എൻട്രൻസ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ അവർ നീറ്റിന് പോകണം, JEEക്ക് പോകണം, എൻട്രൻസ് നോക്കണ്ടേ, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഭയങ്കര കരിയർ ഓറിയന്റഡ് ചിന്തിക്കാൻ തുടങ്ങി. 10th കഴിഞ്ഞപ്പോൾ മുതൽ, കാരണം ഫ്രണ്ട്സൊക്കെ ഒരുവിധം കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കോച്ചിങ്ങിന് പോയിക്കൂടാ. അപ്പോൾ പക്ഷേ ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യലി എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അന്നപ്പം നോക്കിയില്ല. ഞാൻ അന്വേഷിച്ച് നോക്കി എങ്ങനെയൊക്കെയാണ് കോച്ചിങ്, പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത്, എക്സാം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് എൻക്വയറി ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പം ഇവൻച്വലി പിന്നെ 11th ഒക്കെ കഴിഞ്ഞ് ആ ടൈമിലാണ് ഞാൻ പിന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓഫ്ലൈൻ ആയിരുന്നോ കോച്ചിങ്? ഓഫ്ലൈൻ കോച്ചിങ് തന്നെയായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് നീറ്റിന്റെ ടൈമിൽ പറയുകയാണെങ്കിൽ? സ്കൂളും ഇതും കൂടി മാനേജ് ചെയ്യാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പം സിദ്ധാർത്ഥ് റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു, പക്ഷേ +1 +2 പഠിച്ചതിന്റെ ഒരു അഡ്വാൻറ്റേജ് റിപ്പീറ്ററിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാ +1 ശരിക്കും മാനേജ് ചെയ്ത് കൊണ്ടുപോയത്? ഇപ്പൊ +2 ആയാലും അപ്പം യൂഷ്വലി ഞാൻ കോച്ചിങ് ഓപ്റ്റ് ചെയ്ത് എൻ്റെ അതേ പ്ലേസ് തന്നെ, കൊയിലാണ്ടി അവിടെ പ്ലേസ് തന്നെയായിരുന്നു ഞാൻ ഓപ്റ്റ് ചെയ്തത് കോച്ചിങ്ങിന്. അപ്പം മോർണിംഗ് നമുക്ക് 7 to 8:30 വരെ സെഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണം. വർക്കിംഗ് ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് തന്നെ ക്ലാസ്സിലും ഹോളിഡേയ്സിൽ ഉണ്ടാവാറുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സെഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം യൂഷ്വലി മോർണിംഗും പിന്നെ ഈവനിങ് നമുക്ക് സ്കൂൾ ആഫ്റ്റർ 4 ഒരു 5 to 7 വരെ അങ്ങനെ സെഷൻ ഉണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് ഹെക്ടിക് ആയിരുന്നു. പക്ഷേ നിർത്താനും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കുറേ ഒക്കെ പല ദിവസങ്ങളിൽ പോകാം, രാവിലെ എണീറ്റ് മഴയൊക്കെ ആണെങ്കിൽ പിന്നെ അപ്പം അങ്ങനെ കുറച്ച് മടി ഉണ്ടായിരുന്നു. ബട്ട് സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ നീറ്റിനെ പറ്റി പ്രിപ്പയർ +2 ആയപ്പായിരുന്നു. ആ ടൈമിലാണ് കോവിഡ് ആയിരുന്നു +2 മുതൽ. അപ്പം ആ ടൈമിലായിരുന്നു ഞാൻ നോക്കാൻ തുടങ്ങിയത്. പക്ഷെ എന്നാലും സീരിയസ് അല്ലായിരുന്നു നീറ്റിന്റെ കാര്യത്തിൽ. ഉഴപ്പിയിട്ടുണ്ട്. പിന്നെ അപ്പം റിപ്പീറ്ററിൽ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ഞാൻ +2 കഴിഞ്ഞ് ക്രാഷിന് ജോയിൻ ചെയ്തിരുന്നു ആകാശിൽ തന്നെ. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഓൺലൈനിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, അറ്റൻഡ് ചെയ്യുന്നു. ക്ലാസ് കഴിഞ്ഞ് ഓൺലൈൻ ആണോ അപ്പൊ ഉഴപ്പാനുള്ള ഒരു എന്റെ കേസിലും അതന്നെ. കാരണം കംപ്ലീറ്റ്ലി നമുക്ക് രാവിലെ മുതൽ ഈവനിങ് വരെ ഫുൾ സെഷൻസ് ആയിരുന്നു, ഓൺലൈൻ സെഷൻസ് ഉണ്ട്. പക്ഷേ സെഷൻ അറ്റൻഡ് ചെയ്യുന്നു, ഞാൻ പിന്നെ എന്താ ഗെയിംസ് കളിക്കുക അല്ലെങ്കിൽ സീരീസ് കാണും. സീരീസ് കാണുന്നതിന് മെയിനായിട്ട് കോവിഡ് ടൈമിൽ എൻ്റെ ഹോബി സത്യം പറഞ്ഞാൽ. പക്ഷെ ക്രാഷിന്റെ ആ ടൈമിൽ എക്സാം അടുപ്പിച്ച് ഒരു 1 month ജസ്റ്റ് കുറച്ച് പഠിച്ചു, ജസ്റ്റ് ഒന്ന് നീറ്റ് എഴുതി. പക്ഷെ റിപ്പീറ്റ് ആയിരുന്നു ഞാൻ സീരിയസ് ആയിട്ട്. അവിടെ ഉഴപ്പിയത് കൊണ്ട് പേടിയുണ്ടായിരുന്നു. കാരണം ഇപ്രാവശ്യം കിട്ടണം. ഒന്ന് കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ കോളേജ് ജോയിൻ ചെയ്തു, അവരെ സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ കാണാൻ തുടങ്ങി. അപ്പം കോളേജ് ലൈഫ് എന്താണെന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇതും വന്നു. അപ്പൊ ഇതിനെ സീരിയസ് ആയിട്ട് നീറ്റിനെ പറ്റി തന്നെ ഞാൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തു. ഓക്കെ. അപ്പം റിപ്പീറ്ററിൽ അപ്പം ഈ ഓൺലൈനിൽ ആദ്യം ഉഴപ്പിയത് കൊണ്ട് റിപ്പീറ്ററിൽ പിന്നെ എങ്ങനെയായിരുന്നു അപ്രോച്ച്? ഓൺലൈൻ ആയിട്ടാണ് ജോയിൻ ചെയ്തത്? ഓഫ്ലൈൻ തന്നെ ജോയിൻ ചെയ്തു. പക്ഷെ ഞാൻ ഡേ സ്കോളർ ആയിട്ടായിരുന്നു ആകാശിൽ പോയി വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനും നേരത്തെ മോർണിംഗ് എണീറ്റ് പോകണമായിരുന്നു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അത്യാവശ്യം എനിക്കൊരു 500 സ്കോർ കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട്
ആകാശത്ത് നമുക്കൊരു ഇന്റൻസീവ് ബാച്ച് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതായിട്ട്. അപ്പോൾ അതിൻ്റെ ബാച്ചിൽ തന്നെ അതിൻ്റെ പാർട്ടാവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ കൊല്ലം പിന്നെ വെബ് സീരീസ് കാണുക ഇല്ല, അങ്ങനെ ടൈം പേടിയുണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെയായിരുന്നു അപ്രോച്ച് ഓരോ സബ്ജക്റ്റും? ഇപ്പോൾ ബയോളജി പഠിക്കുന്ന പോലെയല്ല ഫിസിക്സ് പഠിക്കേണ്ടത്. എങ്ങനെയായിരുന്നു ഓരോ സബ്ജക്ട് സിദ്ധാർത്ഥ? ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ നമുക്ക് പേഴ്സണലി ഓരോരുത്തർക്ക് പ്രിഫർ ചെയ്യുന്ന സബ്ജക്ട്സ് ഉണ്ടാവും. ഇപ്പം എൻ്റെ ഫേവറേറ്റ് സത്യം പറഞ്ഞാൽ ബയോളജി തന്നെയായിരുന്നു. പക്ഷെ കുറെ പേർക്ക് ഫിസിക്സ് കുറച്ചുകൂടി നമുക്ക് ആ ഈസി തോന്നും. നമ്മൾ പഠിക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അത് ഈസിയായി തോന്നും. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. ഏതാണ് ഫേവറേറ്റ്, ഏതാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്ന സബ്ജക്ട്സ്. ഇപ്പോൾ കുറേ പേർക്ക് ബയോളജി ഇഷ്ടമില്ലാത്തവരുണ്ട്, കെമിസ്ട്രി ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ബയോളജി പ്രിഫർ ചെയ്തുകൊണ്ട് ബയോളജി ഞാൻ കുറച്ച് ടൈമേ പഠിച്ചിട്ടുള്ളൂ. ഫിസിക്സ് എനിക്ക് വീക്കായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സ് ഞാൻ റിവൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം അല്ലാതെ എനിക്ക് ഫസ്റ്റൊക്കെ ഞാൻ ബയോളജി പഠിക്കുന്ന പോലെ തന്നെ ഫിസിക്സ് ഒക്കെ ഇരുന്ന് പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ നോക്കി, പക്ഷേ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടിയും ക്വസ്റ്റ്യൻസിനോട് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഫിസിക്സ് ഞാൻ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു. കെമിസ്ട്രി പിന്നെ ബോത്ത് ക്വസ്റ്റ്യൻസും പിന്നെ തിയറി ടെക്സ്റ്റ് ബുക്ക് നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCERT തന്നെ NCERT ഫോളോ ചെയ്തു. പിന്നെ നമ്മുടെ എൻട്രൻസിൻ്റെ പാക്കേജ്, അതിപ്പം സ്റ്റഡി പാക്കേജ്, സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതെല്ലാ സബ്ജക്റ്റിനും ചെയ്തിട്ടുണ്ട്. അപ്പം അത് 3 സബ്ജക്റ്റും ചെയ്യുക. പക്ഷേ നമ്മൾ ഏതാണ് വീക്ക് സബ്ജക്റ്റ് അതിന് കൂടുതൽ ടൈം മാനേജ് ചെയ്തിട്ട് അങ്ങനെ നോക്കുക. ഓക്കെ. ബയോളജിയിൽ ഔട്ട് പഠിക്കണം എന്നുള്ളത് വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിദ്ധാർത്ഥ എന്താ ചെയ്തത്? ഞാൻ ഔട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം നമ്മളെ നീറ്റൊക്കെ ഞാൻ 2022 നീറ്റിന്റെ ടൈമിലൊക്കെ കംപ്ലീറ്റ്ലി NCERT തന്നെയായിരുന്നു. കറക്റ്റ് NCERT സ്റ്റേറ്റ്മെന്റ്സ് തന്നെ അവരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ്ലി NCERT ടെക്സ്റ്റ് ബുക്ക് മാക്സിമം റിവിഷൻ ചെയ്യാൻ ഒരു 20-25 തവണയെങ്കിലും ഓരോ ബയോ ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ബൈഹാർട്ട് ആക്കണം. കാരണം പല സ്റ്റേറ്റ്മെന്റ്സും കണ്ട് നമുക്ക് തന്നെ ടൈം പോയിട്ടുണ്ട് എക്സാംസിന്. അപ്പോൾ അതും മനസ്സിലായതുകൊണ്ട് കംപ്ലീറ്റ്ലി NCERT തന്നെ ഔട്ട് അധികം ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. ആ പോയിന്റ് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാണ്. കാരണം ഒരു സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് വന്ന് ഒരു ടൈമിൽ പറഞ്ഞതാണ്, ബയോളജി എത്ര പഠിച്ചിട്ട് റെഡി ആവുന്നില്ല. അപ്പോൾ ചോദിച്ചു, നീ എത്ര പ്രാവശ്യം വായിച്ചു? ഞാൻ 3 പ്രാവശ്യം വായിച്ച ഒരു ചാപ്റ്റർ. ഇവൻ പറഞ്ഞത് 20-25 എന്നാണ്. മിനിമം ഞാൻ പറയാറുള്ളത് ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം വായിക്കണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് റീഡിങ് ഒരു റീഡിങ്ങിൽ നിർത്തരുത്. പിന്നെ നിങ്ങൾ ലാസ്റ്റിലേക്ക് ആകുമ്പോഴേക്ക് എത്രയോ വായിച്ച് 25 അതിൻ്റെ മേലും എത്രയോ പോവും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഒരു ടോപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 100 പ്രാവശ്യത്തിന്റെ മേലെ ഞാൻ ഒരു ചാപ്റ്റർ വായിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത്രയും ഇന്റൻസീവ് ആയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ബയോളജി NCERT അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. അടുത്തത് ചോദിക്കാനുള്ളത്, എല്ലാവർക്കും വരുന്നൊരു കോമൺ ഡൗട്ടാണ്, എപ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്? വീക്കെൻഡ്സിലാണോ അല്ലെങ്കിൽ എക്സാം വരുമ്പോഴാണോ റിവൈസ് ചെയ്യേണ്ടത്? റിവിഷൻ ഞാൻ ചെയ്ത് യൂഷ്വലി നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 1 ഇയർ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ നമ്മൾ 6-7 മന്ത്സ് ആകുമ്പോൾ നമ്മൾ പോർഷൻസ് കവറായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് ഫുൾ ഒരു മോക്ക് ടെസ്റ്റ് സീരീസും പാർട്ട് സിലബസ് ടെസ്റ്റ് അങ്ങനെ പറഞ്ഞ കുറേ എക്സാംസിൻ്റെ സീസൺ ആയിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾക്ക് 2 വേയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, നമ്മൾക്ക് ഈ ക്ലാസ് നമ്മളെ യൂഷ്വൽ സെഷൻസ് നടക്കുന്നതിൻ്റെ ശേഷം നമുക്ക് റിവിഷൻ ചെയ്യാം. അത് പക്ഷെ എത്രത്തോളം നമ്മൾ സിൻസിയറായി ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം കുറേ പേര് അത് അത്ര എല്ലാവരും ചെയ്യുന്നു ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനും അധികം അത് ചെയ്തിട്ടില്ല. കാരണം ഡെയിലി ഇതാക്കുന്ന ഞാൻ പകരം ക്വസ്റ്റ്യൻസ് ചെയ്തു, കുറച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. റിവിഷനെക്കാട്ടും ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് വെറുതെ ചെയ്തു. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇപ്പോൾ ഡെയിലി ഒരു 30 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു ചാപ്റ്ററിന് അങ്ങനെ ചെയ്തു പോയി. എക്സാംസ് അടുത്തപ്പം നമ്മൾ മോക്ക് ടെസ്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പാർട്ട് സിലബസ് ടെസ്റ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നടക്കുമ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാംസ് നടക്കുമല്ലോ, അതിന് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം, നല്ലോണം അതിന് റിവൈസ് ചെയ്യാം. പക്ഷേ റിവിഷൻ എൻ്റെ തറവായത് നമ്മളുടെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എല്ലാ ചാപ്റ്റർ ഒരു റിവിഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന ഡേയ്സ് കൊണ്ട് അല്ലല്ല എൻ്റെ അത്, കാരണം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലാൻ എല്ലാവർക്കും ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കുക. അതും ടൈം ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ഉറപ്പ് വരുത്തണം. കാരണം ഫോളോ ചെയ്തെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. കാരണം ഇന്ന ദിവസം കൊണ്ട് ഇതിനെ തീർക്കണം. എപ്പോഴും നമ്മൾ പേഴ്സണലൈസ് ചെയ്തിട്ടൊരു ഷെഡ്യൂൾ ചെയ്യുക. അത് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്താൽ റിവിഷൻ കറക്റ്റ് കൊണ്ടുപോകണം. റിവിഷൻ മസ്റ്റ് ആണ് എന്തായാലും, പക്ഷെ അത് കൃത്യമായിട്ടുള്ളൊരു പേഴ്സണലൈസ്ഡ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. മോക്ക് ടെസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? എപ്പോഴെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ടൈമിലൊക്കെ ഉഴപ്പിന്ന് പറഞ്ഞില്ല, ആ ടൈമിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ്? ആ ടൈമിൽ മോക്ക് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്തു. എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രിപ്പറേഷൻ ഒക്കെ അങ്ങനെയാണെങ്കിലും മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തു. തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ 500+ എങ്കിലും കടന്നത് മോക്ക് ടെസ്റ്റ് എങ്കിലും മര്യാദയ്ക്ക് അറ്റംപ്റ്റ് ചെയ്ത് പോയത്? ഡെഫിനറ്റ്ലി. കാരണം ഓരോ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം നമുക്ക് ഒരു സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ള ഒരു ഐഡിയ തന്നെ ഉണ്ടാവും നമുക്ക് ആ പ്രിപ്പറേഷനിൽ. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഡെഫിനറ്റ്ലി
വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒന്നും പഠിച്ചില്ലെങ്കിലും പോയി മോക്ക് ടെസ്റ്റ് എഴുതുക. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ടൈം മാനേജ്മെൻറ്റ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ സബ്ജക്റ്റിൽ എത്ര നോളജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. വെറുതെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഇനി റിവൈസ് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ട്. അപ്പം മോക്ക് ടെസ്റ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണാം. മാക്സിമം ഫോക്കസ് ഓൺ മോക്ക് ടെസ്റ്റുകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ അറ്റൻഡ് ചെയ്യാം. ഒരു ചാപ്റ്ററിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാ ഒരു 10 years വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് വർക്ക്ഔട്ട് ചെയ്യുക, ഫുള്ള് കവർ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് മൊഡ്യൂൾ ഞങ്ങളുടെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയുള്ളത് ഓരോ ABCD സെക്ഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ആ സെക്ഷനിൽ ഒരു സെക്ഷനിൽ മിനിമം ഒരു 50 അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം പറയുകയാണെങ്കിൽ ഒരു 300-400 ക്വസ്റ്റ്യൻസ് ഡിപ്പെൻസ് ഓൺ ചാപ്റ്റർ. ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 200-300 ഉണ്ടാവും. വലിയ വലിയ ചാപ്റ്റേഴ്സ് നമുക്ക് 400 ക്വസ്റ്റ്യൻസ് വരെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സിനും കെമിസ്ട്രിക്കും അത് മാക്സിമം ചെയ്യണം. കാരണം ഫിസിക്സിൻ്റെ എസൻസ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയാണ് മോക്ക് സ്കോർ ഒരു സ്റ്റുഡൻറ്റ് ഇംപ്രൂവ് ചെയ്യേണ്ടത്? കാരണം 300 റേഞ്ചിലും എത്ര നോക്കിയിട്ടും 400 കടക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ആ ജമ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? 500 എത്താം, പിന്നെ 500 600 ഒന്നിപ്പോൾ എൻ്റെ കേസിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് സ്കോർ ജമ്പ് ആവില്ല. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്സ്. ഞാൻ അങ്ങനെ കരുതുന്നത്. നമ്മൾ എഫേർട്ട് കൊടുക്കണം. ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പം കുറേ പേര് വിചാരിക്കുന്നത് അയ്യോ ഇതിന് ഇത്രയും സ്കോർ കിട്ടിയുള്ളൂ, അപ്പോൾ ഇത് ആലോചിച്ച് അവിടെ പ്രിപ്പറേഷൻ്റെ സ്പീഡ് കുറയും. അങ്ങനെ കുറച്ചുപേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ എക്സാം എന്താണ്, അത് കഴിഞ്ഞു. നെക്സ്റ്റ് എക്സാമിന് ഈ കഴിഞ്ഞ എക്സാമിന് എന്താണോ മിസ്റ്റേക്സ് വരുത്തിയത് ആ കറക്റ്റ് ചെയ്യുക. എപ്പോഴും എല്ലാ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ യൂഷ്വലി എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിലും അവർ ഇപ്പം ഇന്ന് എക്സാം കഴിഞ്ഞാൽ ആൻസർ കീ അന്ന് തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ആൻസർ കീസ് വെച്ചൊന്ന് കമ്പയർ ചെയ്യുക, എവിടേക്കാണ് തെറ്റിയത്. അപ്പോൾ ആ ടോപ്പിക്സ് നമുക്ക് നോളജ് കുറവായിരിക്കണം, അതുകൊണ്ടായിരിക്കണമല്ലോ നമുക്ക് കറക്റ്റ്. ഇപ്പം നെഗറ്റീവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏതൊക്കെ അറ്റംപ്റ്റ് ചെയ്തില്ല ക്വസ്റ്റ്യൻസ്, അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് ആ ടോപ്പിക്സ് കവർ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റിവിഷൻ പ്ലാൻ ഉണ്ടല്ലോ അത് വെച്ച് റിവൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ കറക്റ്റ് ചെയ്യാനുള്ളത് എവിടേക്കാണോ മിസ്റ്റേക്സ് വന്നത് അത് ഒന്ന് റിവൈസ് ചെയ്യണം, അത് വീണ്ടും റിവൈസ് ചെയ്യുക. കാരണം അത് വീക്ക് ആയതുകൊണ്ടാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പ്ലാന് കാര്യങ്ങൾ മാറ്റുക. ഓക്കെ. എങ്ങനെയാണ് കമ്പാരിസൺ എങ്ങനെ ഒഴിവാക്കുക? പൊതുവേ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുക, ആ റാങ്ക് ലിസ്റ്റ് വരുന്ന ആ ടൈം ഉണ്ടല്ലോ, വേഗം ഗ്രൂപ്പിൽ നമ്മൾ ആ PDF എടുത്തിട്ട് എനിക്ക് ഇത്ര, ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാ, ഇവരിപ്പോൾ മാനോട്ട് കയറി, ഞാനിപ്പോഴും എൻ്റെ മാർക്ക് കൂടുന്നില്ല, ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ അവോയ്ഡ് ചെയ്തത്? ഇപ്പം എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിലും ഒരു പൊതുവെ കാണുന്നൊരു ഇതാണത്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ട്രസ്റ്റ് വേണം. എന്നെക്കൊണ്ട് എത്രത്തോളം, എന്നെക്കാളും കൂടുതൽ വേറെ ആർക്കും അറിയില്ല. ആ ഒരു ബിലീഫ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുക. കാരണം നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ആ കുട്ടിക്ക് ചിലപ്പം 2 hours കൊണ്ട് ഇന്ന സിലബസ് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ കപ്പാസിറ്റി വെച്ച് എനിക്ക് 4 hours എടുക്കണം. പക്ഷെ എന്തൊക്കെ വന്നാലും ആ ഷെഡ്യൂൾ എന്താണോ പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന് എക്സാമിനുള്ളിൽ ഞാൻ ഇത്ര കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൊരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, അത് കറക്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാം. മറ്റുള്ളവർ എന്ത് ചെയ്താലും ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മുടെ റിസൾട്ട്, നമ്മളുടെ പ്രിപ്പറേഷൻ, നമ്മളുടെ സ്കോർ മാത്രം ബേസ് ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എപ്പോഴും ഫോക്കസ് ഓൺ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നമ്മളെ കമ്പാരിസൺ നമ്മൾ തന്നെ ആയിരിക്കണം. ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. ഞാൻ ലാസ്റ്റ് മോക്ക് ടെസ്റ്റിനെക്കാട്ടും ഒരു 5 മാർക്ക് കൂടിയതാണെങ്കിൽ പോലും that is a proud thing to be. അപ്പോൾ സിദ്ധാർത്ഥന് മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് എപ്പോഴെങ്കിലും ഭയങ്കര സ്കോർ കുറഞ്ഞ ടൈമിൽ ഇത് കിട്ടൂല, അങ്ങനെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നോ? ഡൗൺ ആയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. കാരണം എന്തുകൊണ്ടാണ് ഇത്ര പഠിച്ചിട്ടും ഇത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, ഡെഫിനറ്റ് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ ഹോപ്പ്ഫുള്ളി എൻ്റെ കൂടെ നിന്ന് ഫാക്കൽറ്റീസ് നല്ല രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ഒരു വർക്ക് ഒരു ബിലീഫ് വേണം. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. ഇപ്പം ഒന്നും പഠിക്കാതെ ഞാനൊരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒരിക്കലും പറ്റില്ല. ഇപ്പൊ ഞാൻ ഇത്ര 2 മണിക്കൂർ അല്ലെ ഇത്ര ക്വസ്റ്റ്യൻസ്, ഞാനിപ്പോൾ ഒരു ചാപ്റ്റർ അല്ലെ ഇപ്പോൾ 2 ചാപ്റ്റർ ഞാൻ 400 അല്ലെങ്കിൽ 500 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. അതും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായാലും എനിക്ക് കിട്ടും. അപ്പൊ ആ ഒരു ബിലീഫ് വേണം. ഫസ്റ്റ് സെൽഫ് കോൺഫിഡൻസ് കുറെ പേർക്കില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പൊതുവേ സ്റ്റുഡൻസ് പറഞ്ഞേക്കാം സെൽഫ് കോൺഫിഡൻസ് ഒരു ഫാക്ടറാണ്, അതല്ലാതെ പേപ്പർ ടഫ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ പേപ്പർ ഇപ്പം ഈ പ്രാവശ്യത്തെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ടഫ് ആയതുകൊണ്ട് കിട്ടില്ല, അതൊരു വാലിഡ് എക്സ്ക്യൂസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഒരിക്കലും അല്ല. അത് പേപ്പർ ടഫ് റാങ്ക് സിസ്റ്റം ഉള്ള ഒരു എക്സാം ആണ് ഫസ്റ്റ് ഓഫ് ഓൾ.
നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിലാകത്തോണ്ട് പേപ്പർ ടഫ് ആവുന്നതല്ലേ. അപ്പം നമുക്കിപ്പം ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് നമ്മളുടെ പ്രിപ്പറേഷൻ മാത്രമാണ്. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന നമ്മളുടെ അത് ഈസി ആവും, ടഫ് ആവും, റാങ്ക് വരുന്നത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സ്കോർ ബേസ് ചെയ്തിട്ടാണ്. പ്രിപ്പറേഷൻ പക്കായിട്ട് കൊണ്ടുപോകുക. അതെന്തൊക്കെ വന്നാലും അതിലൊരു കോംപ്രമൈസ് ഇല്ല. ഇപ്പം ഞാൻ ആകാശിൽ ഇപ്പം ഡേ സ്കോളറായിട്ട് ഡെയിലി പോയി വരുന്നത്. അപ്പം നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, കുറേ ഇഷ്യൂസ് ഉണ്ട്, ടയേർഡ് ആവും. പക്ഷെ ഇതൊന്നും കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എൻ്റെ എയിം എന്താ, ഇത്ര ടൈമിനുള്ളിൽ എനിക്ക് ഇത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇത്ര സ്കോർ വാങ്ങണം. എപ്പോഴും ഒരു ടാർഗറ്റ് വെക്കുക. അത് കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് തന്നെ മതി ഫ്യൂലായിട്ട് പിന്നത്തേക്ക് സ്കോർ ചെയ്യാൻ. എങ്ങനെയായിരുന്നു ടൈം മാനേജ് ചെയ്ത് ഓരോ സബ്ജക്റ്റിന്? എങ്ങനെയായിരുന്നു? ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഈസി സബ്ജക്റ്റും വീക്ക് സബ്ജക്റ്റും ഏതാണ് ഡിഫിക്കൽട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അന്നപ്പോൾ അതനുസരിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എപ്പോഴും ബയോളജി എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ബയോളജി അറ്റംപ്റ്റ് ചെയ്യും ഫസ്റ്റ്. അത് മാക്സിമം 45 മിനിറ്റ്സ്, ഒരു 40-45 മിനിറ്റ്സ് തന്നെ. ഇനിയിപ്പം കുറേ അസർഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ 50 മിനിറ്റ്സ് അതിനുള്ളിൽ തന്നെ മാക്സിമം തീർക്കാൻ നോക്കും. അത് കറക്റ്റ് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം. നമ്മളൊന്ന് ക്വസ്റ്റൻ പേപ്പർ കിട്ടിയപാട് ഫസ്റ്റ് തന്നെ അനലൈസ് ചെയ്യുക. ഇതിൽ ഇനി MCQs അത് സിംഗിൾ റെസ്പോൺസ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ അസർഷൻ റീസൺ ആണോ എങ്ങനെയാണെന്ന് കറക്റ്റ് നോക്കിയിട്ട് ഫസ്റ്റ് മാക്സിമം 40-45 മിനിറ്റ്സ് തന്നെ ബയോളജി കംപ്ലീറ്റ് ചെയ്യുക. കെമിസ്ട്രി ഏകദേശം അതേ ടൈം തന്നെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം അതിൽ ന്യൂമറിക്കൽസും തിയറി എല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ ഫിസിക്സിന് ഒരു 1 hour തന്നെ എടുത്തിട്ട് ചെയ്താൽ നമുക്ക് ഒരു ഐഡിയലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു സ്റ്റിക്ക് ഓടിച്ച് ചില കുട്ടികൾ ഫിസിക്സൊക്കെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ ഈസി സബ്ജക്റ്റ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഒരിക്കലും നമ്മൾ എന്താ പറയുക ഇതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് കുറേ പേര് ഈ കുറേ കിട്ടാത്ത ഒരു ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ അതിന് മുകളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. അത് ആലോചിച്ചിട്ട് അത് വേണ്ട, അത് തൽക്കാലം മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാറിയുന്നത്. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഇതിന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്തായാലും നമുക്ക് 10-15 മിനിറ്റ്സ് വീണ്ടും റിവൈസ് ചെയ്യാൻ, എന്തൊക്കെ ബബിൾ ചെയ്ത് കറക്റ്റ് ആണോ അതൊക്കെ അതിന് ടൈം കിട്ടും. ഓക്കെ. ഡേ ബിഫോർ നീറ്റ് എങ്ങനെയായിരുന്നു? കുറെ ഉറക്കൊഴിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നോ? ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു അവസ്ഥ? ഇല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് എങ്ങനെയായിരിക്കും നീറ്റ് എന്നുള്ളത്, കാരണം റിപ്പീറ്റ് ചെയ്താണ്. അപ്പം എന്തായാലും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉറക്കൊഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ മുമ്പത്തെ ടോപ്പേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അതിലൊക്കെ പറയുന്നത് അവർ ഡേ ബിഫോർ ഇത് അധികം ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, റിലാക്സ്ഡ് ആയി നല്ല ഫുഡൊക്കെ കഴിച്ചു, ഉറങ്ങി, ഒരു 8 hours ഒക്കെ ഉറങ്ങി. അങ്ങനെ തന്നെ ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ അധികം പഠിച്ചില്ല. അന്ന് തലേന്നൊരു നൈറ്റ് വരെ പഠിച്ചു, നേരത്തെ ഉറങ്ങി. 10 o'clock ആകുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി. പിറ്റേന്ന് കറക്റ്റ് ഒരു 8 hours കഴിഞ്ഞ് ഞാൻ 6-7 മണിയാകുമ്പോൾ എണീറ്റു. നോർമലി അങ്ങനെ തന്നെ. ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് സാധാരണ തന്നെ അധികം ഇരുന്ന് പഠിക്കുകയും ചെയ്തില്ല. സ്ട്രെസ് ഒന്നും ആയിട്ടില്ല. എക്സാം ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഡേ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സെൻറ്റർ, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ സെൻറ്റർ ഭയങ്കര ദൂരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഞാൻ കറക്റ്റ് ഒരു 2 o'clock ആയപ്പോഴായിരുന്നു എക്സാം സെൻറ്ററിൽ എത്തിയത്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പിടിച്ചെല്ലാം ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ അതിൻ്റെ ഒരു കറക്റ്റ് ഞാൻ നോക്കി, കറക്റ്റ് ടൈമിൽ എത്തണം അങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ സത്യം പറഞ്ഞാൽ എന്താ, എൻ്റെ കൂടെ ലൈക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്, പാരൻസ് അമ്മേനോടൊന്നും വരണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഞാൻ പോയി എഴുതിക്കോളാം. അതിനുശേഷം ഞാൻ ഇങ്ങനെ അറിയിച്ചു. കുറെ പേർക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, വെറുതെ ബുദ്ധിമുട്ടാവണ്ട, ഞാൻ എങ്ങനെയാ എക്സാം കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞോളാം. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ പോയി. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോയി എഴുതി. ഹോപ്പ്ഫുള്ളി കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു നല്ല സ്കോർ കിട്ടി. എന്താണ് നീറ്റ് ആസ്പിറൻസിന് കൊടുക്കാനുള്ള മെസ്സേജ്? ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മൾ പോയിന്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്യുക. കുറേ പേര്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ദേ ലാക്ക് സെൽഫ് കോൺഫിഡൻസ്. എത്രത്തോളം ഫസ്റ്റ് ഈ നീറ്റിന് നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ ബിഫോർ ഗോയിങ് ഫോർ നീറ്റ് അത് ശരിക്കും നിങ്ങൾക്ക് വേണമെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യാം. കാരണം കുറേ പേര് ഞാൻ കണ്ട ട്രെൻഡ് എന്ന് വെച്ചാൽ പാരൻസിനെ കമ്പൾഷൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ 10th കഴിഞ്ഞല്ലോ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം എന്നുള്ളൊരു ഇതിൽ കുറേ പേര് പോകുന്നത് കണ്ടിട്ട്. ഇപ്പം ഞാൻ തന്നെ കുറച്ച് സ്ഥലത്ത് മെൻറ്ററിങ്ങിനൊക്കെ പോയപ്പം കുറേ പേര് പറയുന്നത് അമ്മയുടെ നിർബന്ധം കാരണമാണ്, അച്ഛൻ പറഞ്ഞിട്ടാണ്, എൻ്റെ ഫ്രണ്ട്സ് പോകുന്നത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ടൊരു കാര്യമില്ല. കാരണം ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ +1 +2 പഠിച്ച കാര്യം തന്നെ വീണ്ടും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു മടുപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്രയും ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പെർഫോം പറ്റുള്ളൂ. ബാക്കി പിന്നെ ലക്ക് ഫാക്ടർ ഉണ്ട്, നിങ്ങൾ ബ്രില്യൻ്റ് ആണെങ്കിൽ അതനുസരിച്ച് സ്കോർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്തൊക്കെ വന്നാലും എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിന് നീറ്റിന് കയറി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തായാലും ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഷെഡ്യൂൾ വർക്കൗട്ട് ചെയ്യുക.
നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, കസ്റ്റമൈസ് ചെയ്തൊരു ഒരു പ്ലാൻ ഉണ്ടാക്കണം. കാരണം കുറേ പേര് ക്ലാസ് വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, ഓക്കെ അടുത്ത പിറ്റേന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, പിന്നെ എക്സാം വരുമ്പോൾ വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മളിപ്പം ഇതിന് ഒരു വർഷം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. നമ്മൾ ടൈമും മണിയും ഒക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അതിന് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മളെ കൊളീഗ്സ് ചിലപ്പം വേറെ കോളേജിൽ അടിച്ചു പൊളിക്കുന്നുണ്ടാവും, പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പം അത്രത്തിന് ഡെഡിക്കേഷൻ കാണിക്കുക. 1 year നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് ഡെഡിക്കേഷൻ കാണിക്കുക. അത്ര തന്നെ പ്രിപ്പറേഷൻസ്. നീറ്റിൻ്റെ എസൻസ് എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞ തറോ റിവിഷൻ വേണം. അപ്പോൾ കറക്റ്റ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, തറോ റിവിഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം പറ്റുന്നത്ര അതും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇപ്പം കഴിഞ്ഞ കുറച്ച് നീറ്റ് നമുക്ക് NCERT ബേസ്ഡ് തന്നെയായിരുന്നു. അതിന് കുറച്ച് മുന്നത്തെ ഈ നീറ്റ് 2020 മുന്നേ ഉള്ള നീറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്സ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ സബ്ജക്റ്റിൽ നോളജ് കൂടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, തറോ റിവിഷൻ ചെയ്യുക, ബി കോൺഫിഡൻറ്റ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, ദാറ്റ് വാസ് എ വെരി ഗുഡ് അഡ്വൈസ്. ഇനി അടുത്തത് ചോദിക്കാനുള്ളത് കോളേജ് ലൈഫിനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ചെയർപേഴ്സൺ ആണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നീ ആക്ച്വലി കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തത്? അതേ ഡ്രീം കോളേജായിട്ട് മൈൻഡിലുണ്ടായിരുന്നു? അല്ല, അങ്ങനെ CMC എന്നുള്ള ഡ്രീം ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. ഫസ്റ്റിന് എനിക്ക് ഓപ്ഷൻ വന്നപ്പം CMC ഓർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഇത് രണ്ടായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻ ആണ്, എങ്ങനെ അതിൽ നിന്നിട്ട് അവസാനം ആദ്യം തന്നെ എനിക്ക് പ്രിഫറൻസ് ട്രിവാൻഡ്രം പോകണം, വീടും ദൂരെയാണല്ലോ, എക്സ്പ്ലോർ ചെയ്യാം, ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് കുറേ വിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ, ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറേ പേര് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു CMC തന്നെയാണ് നല്ലത്. പിന്നെ മെയിനായിട്ട് ഒരു കൺസേൺ ഉണ്ടായിരുന്നു ഫുഡിൻ്റെതായിരുന്നു. അപ്പോൾ ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് എന്തൊക്കെ വന്നാലും അടിപൊളിയായിരിക്കും. പിന്നെ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം എനിക്കൊരു 2 hours ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും എനിക്കൊരു മൈനർ ഇൻകൺവീനിയൻസ് വരികയാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോവാം. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്ന ഡിസിഷൻ. കാരണം MBBSന്റെ നമ്മളുടെ ഈ കരിക്കുലം അനുസരിച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് ഹോളിഡേയ്സേ കിട്ടാറുള്ളൂ. ഇപ്പം ട്രിവാൻഡ്രം ആയിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വരുന്ന വളരെ കുറച്ച് ടൈമേ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ CMC ഓപ്റ്റ് ചെയ്ത എൻ്റെ ബെറ്റർ ഡിസിഷൻ ആയിരുന്നു. ഓക്കെ, എന്താണ് ആ ഒരു പെർസെപ്ഷനിൽ വന്ന ചേഞ്ച് കോളേജിൽ കയറിയതിന് ശേഷം? ആ ഒരു MBBS എന്നുള്ള ഒരു കോഴ്സിനെ കുറിച്ച് നിനക്കൊരു ഐഡിയ ഉണ്ടാവില്ല അതിന് വരുന്നതിന് മുമ്പ്. ടഫാന്നുള്ള ഒക്കെ ഒരു ഐഡിയ ഓൾറെഡി നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ സാറുമാർ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ ഇപ്പം ഫസ്റ്റ് MBBS കയറി എനിക്ക് ബുദ്ധിമുട്ടാന്നിപ്പോൾ എനിക്ക് മനസ്സിലായത്, എന്തായാലും പഠിക്കണം, ബുദ്ധിമുട്ടാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ആ റിയലൈസ് ചെയ്തപ്പം, കാരണം നമ്മൾ സ്കൂൾ കഴിഞ്ഞ് ആ ഒരു എഡ്യൂക്കേഷൻ ഇത് കഴിഞ്ഞ് കംപ്ലീറ്റ് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരിക. അപ്പോൾ കോളേജ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ റിയലൈസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ കോപ്പ് ചെയ്യാൻ. കാരണം കംപ്ലീറ്റ്ലി ഇത് നമ്മളെ സൈഡിൽ നിന്ന് ഒരു 90% എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്ന് ഇടേണ്ട തന്നെയാണ് ഇവിടെ. കാരണം ഫാക്കൽറ്റീസ് അവരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷേ അത് ഭയങ്കര ലിമിറ്റഡാണ്. പ്രത്യേകിച്ച് നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിൽ വേർഡ് ടു വേർഡ് പറയുന്നു, നമ്മൾ എഴുതുന്നു, ആ ഒരു സിസ്റ്റം എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ആണെങ്കിൽ കുറേ പേര് ഫസ്റ്റ് ഇയർ വന്നപാടെ എല്ലാവരും നമ്മൾ സ്റ്റെത്തിട്ട് വൈറ്റ് കോട്ട് ഇട്ട് ക്ലിങ്സിൽ നടക്കുന്നൊക്കെയാണ് കുറേ പേര് ഇമാജിൻ ചെയ്യുന്നുണ്ടോ. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, നമുക്ക് കുറേ പഠിക്കാനുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ പഠിച്ച് തീരുകയില്ല, അത് വേറൊരു കാര്യം. സ്കൂളിൽ നമുക്ക് ഇപ്പം മെയിനായിട്ടൊരു കാര്യം ഞാൻ കണ്ടത് നമ്മളെ ഫസ്റ്റ് ഇയറിൽ എക്സാം ആയിരുന്നു. സ്കൂളിൽ നമ്മൾ ഇപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ നല്ലോണം പഠിച്ച് എഴുതുന്ന ടോപ്പേഴ്സിനൊക്കെ 99, 98 ഒക്കെ കിട്ടുന്നുണ്ട്. അത്ര മാത്രം ഒരു കൺസെപ്റ്റ്. ഇപ്പം അത് നോർമലൈസ്ഡ് ആയി. ഫസ്റ്റിന് എനിക്കത് ആയപ്പം, കാരണം 250 ആൾക്കാരുണ്ട്, അതിലാകെ വളരെ കുറച്ച് പേർക്ക് 70 above കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ളവർ പാസ് ഓർ ഫെയിൽ, അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ MBBS സത്യം പറഞ്ഞാൽ പഠിക്കേണ്ട അത്ര തന്നെ, പക്ഷേ ഇറ്റ് ഇസ് ഫൺ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഈ റീൽ വേഴ്സസ് റിയൽ ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ റീൽസിലൂടെ കുറെ MBBS ലൈഫ് നീ കാണുന്നുണ്ടാവും, അതല്ലാതെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്ത അത് ഒരിക്കലും ആ ഡിഫറൻസ് ഉണ്ട്. സത്യം കുറേ പേര് അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഡോക്ടർ ആവണമെന്ന് പറയുന്നവർ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതിന് ബിഹൈൻഡ് ദ സീൻസ് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമ്മൾക്ക് ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ, ഇപ്പം യൂഷ്വലി ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഇയർ ഫൈനൽ ഇയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. കാരണം ഫസ്റ്റ് ഇയർ ആ ഒരു സ്കൂളിംഗ് ഇത് കഴിഞ്ഞ് നേരിട്ട് വരുമ്പം ഇതിൽ അഡാപ്റ്റ് നല്ല ബുദ്ധിമുട്ടുണ്ട്. കുറേ പേര് അതിനെ മെൻ്റലി അത് വലിയൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഫൈനൽ ഇയർ. അപ്പം നമ്മൾ യൂഷ്വലി സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവരുടെ ആ ഒരു ഫൺ പാർട്ട് മാത്രമാണ്. പക്ഷെ അതിൻ്റെ കൂടാതെ അതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ചെറിയ പല എഫേർട്സ് ഉണ്ട്, പല രീതിയിൽ കുറേ ഉണ്ടെന്ന്. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു അഡൾട്ടിങ് പോലെയാണ് കോളേജ് ലൈഫ്. നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. ഈ കാണുന്ന പോലെയല്ല, കുറേ അതിൻ്റെതായ ഹാർഡ്ഷിപ്സ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇതിനെ സൈൻ അപ്പ് ചെയ്യാം. ഓക്കെ,
സോഷ്യൽ ലൈഫ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനോട് എന്താണ് നിനക്ക് പറയാനുള്ളത്? സോഷ്യൽ ലൈഫ് ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. ഇപ്പം ഞാൻ എൻ്റെ ബാച്ച് തന്നെ കംപ്ലീറ്റ്ലി അക്കാഡമിക്കലി ഓർഡിനറി ആൾക്കാരുണ്ട്, ലൈക്ക് അവരുടേതായ ലോകത്ത് അങ്ങനെ തന്നെ അവർ ദേ ആർ ഹാപ്പി വിത്ത് ഇറ്റ്, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ സോഷ്യൽ ലൈഫ് അത്ര നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്ന അക്കാഡമിക്സ് കൊണ്ടുപോകുന്ന ആൾക്കാരും ഞാൻ കാണുന്നുണ്ട്. കുറേ പേര് വ്ളോഗേഴ്സ് ഉണ്ട്, കുറേ പേര് അല്ലാതെ കോകരിക്കുലസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് നോക്കുക, കാരണം ഇതൊക്കെ ഇപ്പോഴേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെ. ഫസ്റ്റ് ഇയറത്തെ ഒരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഇയറിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അൺഫോർഗറ്റബിൾ ആയി തോന്നിയത് എൻ്റെ ഫസ്റ്റ് ഡിസെക്ഷൻ ഹാളിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങള് കാരണം കഡാവർ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണോ പോയത്? ഞാൻ തലയിറങ്ങി വീഴും അങ്ങനെയൊക്കെ ഇതായിട്ടായിരുന്നു. പക്ഷെ ആരും തലയിറങ്ങി വീണില്ല, എല്ലാവരും ഭയങ്കര ബ്രേവ്. കാരണം മുമ്പൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം ഈ ഓം ശാന്തി ഓശാന പിന്നെ സീരീസിലൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇത് കഡാവർ കണ്ട് തലയിറങ്ങി വീഴുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. പക്ഷെ അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക്. അതിന് ഒരു 1 വീക്ക് പിന്നെ ഫുഡ് കഴിക്കുന്നതിനൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഡിസെക്ഷൻ എക്സ്പീരിയൻസ് ഭയങ്കര, കാരണം മാത്രമല്ല ഞങ്ങളുടെ ടേബിൾ ഫാക്കൽറ്റി കുറച്ച് സ്ട്രിക്റ്റ് മാം ആയിരുന്നു. അപ്പൊ മാമിന്റെ അടുത്ത് ഫസ്റ്റ് ദിവസം നല്ല രീതിയിൽ ചീത്തയും കിട്ടി. അപ്പൊ എല്ലാവരും ഭയങ്കര ഡൗൺ ആയി, കുറെ പേര് കരയാൻ തുടങ്ങി, അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡിസെക്ഷൻ ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് MBBS ഇൻട്രസ്റ്റ് തോന്നിയത് ഡിസെക്ഷൻ ഹാളില് അനാട്ടമി ഇഷ്ടമായിരുന്നു. പക്ഷെ അത്രത്തോളം എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അത്രയും ഇഷ്ടമായിരുന്നു, കാരണം എന്തോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഓക്കെ. ഇപ്പം MBBS ലൈഫിൽ ഇതുവരെ ഉള്ളതിൽ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ നീ ഏതൊക്കെയും പറയാം? ഇപ്പം ഫസ്റ്റ് ഇയറിൽ നീ റെപ്രസെന്റേറ്റീവ് ഒക്കെ ആയിരുന്നു, നമ്മളെ സ്കൂളത്തെ ക്ലാസ് ലീഡർ പോലെയല്ല ഇവിടുത്തെ റെപ്രസെന്റേറ്റീവ്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ലൈക്ക് പോസ്റ്റിംഗിൽ പോലും റെപ്പ് ആവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ യൂണിറ്റിൽ നീ ആയിക്കോ പറഞ്ഞിട്ട് എല്ലാവരും ഒഴിഞ്ഞു മാറുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് നീ റെപ്രസെന്റേറ്റീവ് ആയിട്ടുണ്ട്, ചെയർപേഴ്സണും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് വെച്ചാൽ ഏതായിരിക്കും പറയാ? സത്യം പറഞ്ഞാല് എന്റെ ഫസ്റ്റ് ഇലക്ഷൻ ആ ടൈമിൽ ഭയങ്കര ഇതായിരുന്നു. സ്കൂളില് ലീഡർ ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് സെർവിങ് പീപ്പിൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമായിരുന്നു ഇങ്ങനെ ലൈക്ക് ഇലക്ഷൻ അങ്ങനത്തെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇങ്ങനെ കുറെ മൊത്തത്തിൽ എല്ലാ രീതിയിലും ഇപ്പം നമ്മൾ എന്തൊക്കെയാ ഒരു ഫെസ്റ്റിവൽ പോയിരുന്നു ഇലക്ഷൻ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ്. കുറെ പേരിട്ട് കമ്പനി ആവാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ രീതിയിലും അത് ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു 2 മണിക്കൂർ ദൂരമാണ് വീടുള്ളത്. സ്റ്റിൽ ഇപ്പം എൻ്റെ ബാച്ചിലൊക്കെ ഡെയിലി പോയി വരുന്നവരുണ്ട്. അതായത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ഡ്യൂറേഷൻ ഉണ്ട്, അത്രയും രാവിലെ എണീച്ച് വരുന്നവരുണ്ട്. അപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ സെക്കൻഡ് ഇയർ നമ്മളിപ്പം കോളേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണം എന്നാ പറയുള്ളൂ. കാരണം കോളേജിൽ നമ്മൾ പ്രോഗ്രാംസ് ആയിക്കോട്ടെ മറ്റെന്ത് ഇവന്റ്സ് ആയിക്കോട്ടെ എന്തായാലും നിൽക്കണം, ഹോസ്റ്റലിൽ നിൽക്കണം. കാരണം ഡേ സ്കൂളിൽ കഴിഞ്ഞാൽ അത് അങ്ങനെ പറയില്ല, മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഈ ട്രാവൽ ചെയ്യാനുള്ളത് ഉണ്ടാവും, ഒക്കെ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹോസ്റ്റലിൽ സത്യം പറഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഗവൺമെന്റ് ഹോസ്റ്റലാണല്ലോ, അപ്പം അതിൻ്റെതായ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഫുഡ് അതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ആ ഹോസ്റ്റലിൽ ഫെസിലിറ്റീസ് ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം വൈഫൈ ഉണ്ട്, പിന്നെ റൂം ആയിക്കോട്ടെ ഇപ്പം ഞങ്ങൾ 4 പേരായിരുന്നു. പക്ഷെ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഹോസ്റ്റലിൽ. മാത്രമല്ല എൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും നല്ല എന്താ പറയുക ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഓക്കെ. വൺ ഹോബി യു ഡെവലപ്ഡ് ആഫ്റ്റർ എൻട്രിങ് മെഡിസിൻ? ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും പുതിയതായിട്ട്? ഇപ്പം കുറെ ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്നത്, അത് സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഇപ്പം കുറച്ചുകൂടി ഫ്രീ ആയിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, അക്കാഡമിക്സ് ഉണ്ട്, കോ കരിക്കുലസ് ഉണ്ട്. ഇതിനെല്ലാത്തിന് ബേസ്ഡ് ഓൺ ദ പേഴ്സൺ നമുക്കിപ്പോൾ എല്ലാത്തിന് ഭാഗമാവണമെങ്കിൽ ആവാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത്. അത് ഞാൻ സാധാരണ ലൈക്ക് ഒരു 10 o'clock ഉറങ്ങുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ അപ്പം ഒന്ന് പഠിക്കുന്നുണ്ട്, പിന്നെ അതല്ലാതെ മറ്റ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ മറ്റെന്തുണ്ടെങ്കിലും ഇപ്പം സത്യം പറഞ്ഞ ഇപ്പം 12 മണി കഴിഞ്ഞിട്ട് ഉറങ്ങാറുള്ളൂ. ഓക്കെ. എക്സ്ട്രാ കരിക്കുലർ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എസ്പെഷ്യലി ഇപ്പോൾ ചെയർപേഴ്സൺ ഒക്കെ ആകുമ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും എന്ന് പറയും. ഇപ്പം തന്നെ ഞാൻ നിന്റെ കൂടെ വന്നപ്പം നീ ഫുൾ കോളിലായിരുന്നു. നമ്മൾ ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നീ കോള് തീർത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും മാനേജ് ചെയ്യുന്നത് ഇതൊക്കെ സ്റ്റഡീസിന്റെ ഇടയിൽ? സത്യം പറഞ്ഞാല് എന്തൊക്കെ പറഞ്ഞാലും സ്റ്റഡീസ് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്, അങ്ങനെ തന്നെ പറയും. പക്ഷേ ഞാൻ സ്റ്റഡീസിനൊപ്പം തന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടുപോകുന്നത് അത് അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്ന ഒരാളാണ്. കോ കരിക്കുലസ് നമുക്ക്
നമുക്കിതിൽ ഭാഗമാവണമെന്ന് ഉണ്ടെങ്കിൽ എന്തായാലും അതിന്റെ കൂടെ നിൽക്കാം. പക്ഷേ നീ ഇൻട്രസ്റ്റഡ് ആണ്, അത് വേണം, താല്പര്യം വേണം എന്തായാലും. കാരണം നമുക്ക് ഇല്ലെങ്കിൽ ഇത് മടുക്കാൻ തുടങ്ങും നമുക്ക്. അപ്പം ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഇതിന്റെ ഒക്കെ, കാരണം ഓരോന്നും ഇതിനൊക്കെ പാർട്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ MBBS പഠിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ല, പിന്നാണ് ടൈം കിട്ടില്ല, പിന്നെ ഏജും കഴിഞ്ഞു. അപ്പൊ ഈ ടൈമിൽ മാക്സിമം നമുക്ക് ഉള്ള ടൈമിൽ മാക്സിമം ഇത് കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും എല്ലാം എക്സ്പ്ലോർ ചെയ്യുക. ഞാനതാ ഗോ ഫോർ ദാറ്റ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, നമുക്ക് എന്താണോ കംഫർട്ടബിൾ ആയി നോക്കാം, പക്ഷെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ വന്ന ടൈമിൽ നമുക്ക് ഓറിയന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, സ്പോർട്സ് ഓറിയന്റേഷൻ, അങ്ങനെ ക്ലബ്ബുകൾ, അങ്ങനെ കുറെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് എല്ലാത്തിന്റെ പാർട്ടാവേണ്ട ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം കോളേജിലൊക്കെ ആണ് അങ്ങനെ ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിന്റെ ഒന്ന് പോയി നോക്കാം. കുറെ പേര് എന്തിനാ എനിക്ക് കഴിവില്ലല്ലോ, പറ്റുന്നില്ല, അത് കഴിവിനെക്കാട്ടും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. മോർ ദൻ ദാറ്റ് കുറെ സീനിയേഴ്സ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. പിന്നെ ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്താ കുറെ മെമ്മറീസ് ഉണ്ടാവും. മെസ്സേജ് ടു ഫസ്റ്റ് ഇയർ മെഡിക്കോസ് എന്തായിരിക്കും? ഫസ്റ്റ് ഇയർ മെഡിക്കോസിനോട് കേറാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ, കുറെ പേര് അലോട്ട്മെന്റ് കാര്യങ്ങളെ നടക്കണം, എന്താ നീ കൊടുക്കുക? ഫസ്റ്റിന് പറയാനുള്ളത് പഠിക്കാനുണ്ട്, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് MBBS. നമ്മൾ ഈ കാണുന്ന പ്രയോറിറ്റൈസ് ചെയ്യണം, അക്കാഡമിക്സ് തന്നെ നോക്കുക. പക്ഷേ ഞാൻ പറയുന്നത് ഫസ്റ്റ് തന്നെ വന്നപാട് നിങ്ങൾ ഈ പറഞ്ഞ കോ-കരിക്കുലേഴ്സിന്റെ തന്നെ ഭാഗമാവാൻ നോക്കുക. കുറെ പേര് നല്ല ടാലന്റഡ് ആൾക്കാരുണ്ട്. അപ്പം ഡാൻസ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ഒക്കെ കുറെ പേര് ഇപ്പം നവോദയം ഒക്കെ പഠിച്ചിട്ട് വരുന്ന ഇപ്പം നമ്മുടെ എൻ്റെ ബസ് തന്നെ കുറെ പേരുണ്ട്. അപ്പം അങ്ങനെ ടാലന്റ് ഉള്ളവർ എന്തായാലും ഇതിൻ്റെ ഒക്കെ ഭാഗമാവുക. അതല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല, ടാലന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തിൻ്റെങ്കിലും ഒക്കെ ഭാഗമാവുക. എന്തെങ്കിലും ക്ലബ്ബുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസോ എന്തിനൊക്കെ ഭാഗമായി കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തേർഡ് ഇയറൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ഇൻഹിബിഷൻ വരാൻ തുടങ്ങും. സീനിയേഴ്സ് ആയല്ലോ, ഫൈനൽ ഇയർ ഒക്കെ പിന്നെ എന്തെങ്കിലും ടൈം കിട്ടില്ല, അക്കാഡമിക്സ് ആയിരിക്കും ഫുള്ള്. അപ്പം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാക്സിമം ഇതിന് വേണ്ടി നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അക്കാഡമിക്സ് കൊണ്ടുവേണം, ഫസ്റ്റ് പ്രയോറിറ്റി അക്കാഡമിക്സ് തന്നെ ആയിരിക്കണം, കാരണം പഠിക്കണം. കാരണം ഫസ്റ്റ് ഇയറിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് സ്കോർ ഇല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഫെയിൽ ആയി കഴിഞ്ഞാൽ സേ എക്സാം ഉണ്ട്. സേ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇയർ ബാക്ക് ആവും. അത് ഫസ്റ്റ് ഇയറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം അതാണ്. അപ്പോൾ എന്തൊക്കെ വന്നാലും പഠിക്കണം, പക്ഷെ അതിൻ്റെ കൂടെ ഈ കോ-കരിക്കുലേഴ്സ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറയുന്നത് ഒരു നല്ലൊരു മെമ്മറീസ് ഉണ്ട് നമുക്ക് കോളേജിൽ. ലാസ്റ്റ് പഠിച്ചിറങ്ങുമ്പം ഇതൊക്കെ നമുക്ക് ഒരു ഉണ്ടാവും. ഓക്കെ, അടുത്ത നമ്മൾ റാപ്പിഡ് ഫയറിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫേവറേറ്റ് സബ്ജക്ട് ഡ്യൂറിംഗ് നീറ്റ്? ബയോളജി. ലീസ്റ്റ് ഫേവറേറ്റ് ഏതായിരുന്നു? ഫിസിക്സ്. ഫേവറേറ്റ് സബ്ജക്ട് ഇൻ MBBS? എനിക്ക് ഫസ്റ്റ് ഇയറിൽ സത്യം പറഞ്ഞാൽ അനാട്ടമി ആയിരുന്നു ഫേവറേറ്റ്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഫിസിയോളജി പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അനാട്ടമി എനിക്ക് ഇഷ്ടം, പക്ഷേ പഠിക്കാൻ എനിക്ക് ഭയങ്കര, കാരണം മെമ്മറി എനിക്ക് നിൽക്കില്ല. ഫിസിയോളജി കുറച്ചുകൂടി എനിക്ക് ഫ്ലോ ചാർട്ട്സ് അങ്ങനെ വെച്ച് പഠിക്കാൻ. ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട്? പ്രസിൽ ഞാനിപ്പോൾ തേർഡ് ഇയറാണ്. അപ്പം എനിക്ക് കമ്മ്യൂണിറ്റി ഊഹിച്ച് എനിക്ക് തീരെ ഇഷ്ടമാണ്. എല്ലാരും ഇവിടുന്ന് അതാ പറയാറ്. ഏർലി മോർണിംഗ് ബേർഡ് ആണോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് അവളാണോ? ലേറ്റ് നൈറ്റ് ആകും. നമ്പർ ഓഫ് ഹാസ് യു സ്ലീപ് ഡ്യൂറിംഗ് MBBS യൂണിവേഴ്സിറ്റി എക്സാംസ്? ഫസ്റ്റ് ഇയറിലെ ലിമിറ്റഡ് അവേഴ്സ് ആയിരുന്നു സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക്. കാരണം അനാട്ടമി ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക്. അനാട്ടമി പേപ്പർ ഇട്ട് സത്യം പറഞ്ഞാൽ കുറേ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു 1 hour 2 hours ഉറങ്ങിയിട്ടുള്ളൂ. സെക്കൻഡ് ഇയർ പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ ഉറങ്ങാതെ പോയിട്ട് എക്സാം കഴിഞ്ഞ് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഇയർ ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്തു. അതുകൊണ്ട് ഒരു 4 hours 5 hours ഉറങ്ങിയിട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് പോയത്. ഓക്കെ, വിച്ച് ഈസ് ഹാർഡ്, MBBS ഓർ നീറ്റ്? അത് നീറ്റ് തന്നെ ഞാൻ പറയുള്ളൂ. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ നീറ്റ് തന്നെയാണ്. കാരണം നീറ്റ് എപ്പോഴും നമ്മളൊരു പ്രഷറിലാണ്, പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്കറിയില്ല, അതെത്ര ബുദ്ധിമുട്ട് എനിക്കറിയില്ല. പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്ന തൊട്ട് നമുക്ക് എപ്പോഴും ഒരു പ്രഷറില്ല, എനിക്ക് കിട്ടുമോ കിട്ടില്ലേ. മാത്രമേ നമുക്ക് ഭയങ്കര നമ്മളെ സൈഡിൽ നിന്ന് ഭയങ്കര ഡെഡിക്കേഷൻ കാണിക്കണം, അതുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ റാങ്ക് വരുന്നത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇയർ ബൈ ഇയർ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ MBBS എനിക്ക് തോന്നുന്നത് ഈ സിലബസ് കുറച്ച് വാസ്റ്റ് ആണ്. പക്ഷെ സ്റ്റിൽ നീറ്റിനെ കാട്ടും നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. ആ കോമ്പറ്റീഷൻ ഇല്ല. എന്തൊക്കെ വന്നാലും പാസ് ഓർ ഫെയിൽ, അതാണ് ഞാൻ പറയുള്ളൂ. പാസ് ആവുക, ഇയർ ബാക്ക് ആവാതെ നോക്കുക, പഠിച്ചാൽ മതി. പക്ഷെ നീറ്റിന് കുറച്ചുകൂടി നമ്മൾ വേണ്ട പ്രഷർ, ആ ഒരു ടൈമിനുള്ളിൽ നീറ്റ് ആകുമ്പോഴേക്കും ഇത് കിട്ടുമോ കിട്ടില്ല എന്നൊരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, യു ഗോ ടു സ്ട്രെസ് റിലീഫ്. എങ്ങനെയാണ് സ്ട്രെസ് ഒക്കെ പോക്കുന്നത്? കഫേസ്, ഫുഡ് കഴിക്കുക. പിന്നെ കാലിക്കറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം കഫേസ് എക്സ്പ്ലോർ ചെയ്യുക. One thing you love about MBBS? MBBS-നെ പറ്റി ലവ് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാല് സർവീസ് പാർട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അത് നമ്മളിപ്പം ലൈക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അവര് ലൈക്ക് ആ
അവരെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഇപ്പോൾ കുറേ പേര് ചോദിക്കും ഇതൊക്കെ ഭയങ്കര ലൈക്ക് ഒരു എന്താ പറയുക കുറച്ച് ക്രിഞ്ചാണ് അങ്ങനെ തോന്നും. പക്ഷേ ഞാൻ അതാ കണ്ടത്, ഇപ്പം നമ്മളിപ്പം ഒരു പേഷ്യൻറ്റിന് ഒന്നും വേണ്ട, എനിക്ക് ആ ഡിസീസിനെ പറ്റി അറിയില്ലെങ്കിലും അവർക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ 8Com നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ എങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ സിമ്പതി എമ്പതി എന്നുള്ള അങ്ങനെ വാല്യൂസ് ഒക്കെ. അപ്പോൾ ജസ്റ്റ് അവരെ കാര്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര ഒരു റിലീഫായിരിക്കും. അപ്പോൾ അത് കാണുമ്പം അവരെ സന്തോഷം കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. സത്യം പറഞ്ഞാൽ അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തല്ലോ, അവരുടെ ഒരു ഹാപ്പിനെസ്സിന് ഒരു കോസ് ആയല്ലോ എന്ന് അറിയുമ്പോൾ അതൊരു നല്ലൊരു ഫീലിംഗ്. One thing you hate about MBBS? That it is overhyped. Okay. പിന്നെ ആ സിസ്റ്റത്തിൻ്റെ ഇതുണ്ട്, ഈ ഒരു ഹൈറാർക്കി നമുക്ക് കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ പല സ്ഥലത്തും ഈ MBBS കുറച്ച് ടോക്സിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ രീതിയിൽ. അത് സത്യം പറഞ്ഞാൽ അത് ഒരു ഇൻഡിവിജ്വലിനെ മാത്രം ബേസ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി ആ സിസ്റ്റം തന്നെ വിചാരിച്ചാലേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓവർഹൈപ്ഡ് ആണെന്നുള്ളത്. Overhyped ആണ്. Okay, I agree with that. Was all the effort worth it? ഡെഫിനറ്റ്ലി. സത്യം. കാരണം നമ്മൾ അത്രയും, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ കോളേജിൽ പോയി, ഞാൻ ഭയങ്കര കോളേജ് എക്സൈറ്റഡ് ആയിരുന്നു ഇത് ജോയിൻ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഫാമിലി അല്ലാതെയും കുറേ പേര് പറഞ്ഞിട്ട് MBBS വേണോ, ഒരു വർഷം വീണ്ടും ഡ്രോപ്പ് ചെയ്യണോ, നമുക്ക് വേറെ കോഴ്സ് നോക്കിക്കൂടെ, കോളേജിൽ ജോയിൻ ചെയ്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് ലൈക്ക് ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കോളേജിലേക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഇതിടുന്നു, പിന്നെ കോളേജ് ലൈഫ് അവരിങ്ങനെ ലൈക്ക് പ്രത്യേകിച്ച് അവരുടെ സ്റ്റോറീസ് സ്റ്റാറ്റസ്, പിന്നെ ഞാൻ Instagram ഒക്കെ ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു, കാരണം ഇത് കണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പം അത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും നീറ്റ് കിട്ടണം എന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ ഇതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് ഇതിൽ തന്നെ റിപ്പീറ്റ് ചെയ്തപ്പം അതിൻ്റെ ഹാപ്പിനെസ് അത്രയും ഉണ്ടായിരുന്നു. കാരണം അതും CMC തന്നെ കിട്ടിയല്ലോ, CMC ഒരു TMC ആയിരുന്നു. അപ്പം ഇവിടെ തന്നെ കിട്ടിയത് കൊണ്ട് തന്നെ വീടിൻ്റെ അടുത്താണ്, എല്ലാം കൊണ്ടും നല്ല കോളേജാണ്, അതുകൊണ്ട് ഹാപ്പിയാണ്. ഓക്കെ. ഇപ്പോൾ മെഡിസിൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് ചോദിക്കണേ, ഇഫ് നോട്ട് മെഡിസിൻ എന്തായിരിക്കും നീ ചൂസ് ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല വിചാരിക്കും. ആക്ച്വലി ഞാനൊരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ, ഇത് തന്നെ കിട്ടണമെന്നായിരുന്നു. പിന്നെ എൻ്റെ പാഷൻ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് സിംഗിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഭയങ്കര ടൈം എടുക്കുന്ന ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ. അതൊരിക്കലും ഭയങ്കര അൺസർട്ടൻ ആണ് എന്തൊക്കെ സക്സസ്ഫുൾ ആവില്ലോ എന്ന്. അപ്പം ഞാൻ ഒരു പ്ലാൻ ബി ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പ്ലാൻ ബി ഞാൻ വെച്ചിട്ടില്ല. MBBS do or die. Okay. So with this we are coming to the end. This is Radhika Diju signing off. This is Siddharth KP signing off.